ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പ്രതാപവർമ്മയ്ക്കും ഋതികയ്ക്കും രാജുവിനുമെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ദാണ്ടെ ഹരീഷും ശ്രീലക്ഷ്മിയും കൂടെ അനന്തംപിള്ളയെ കാണാൻ വന്നിരിക്കുവാണ്. ഹരീഷ് പറയുന്നുണ്ട്, ആ കൊച്ചമണിത്തള്ളയാണ് ശകനം കണ്ടത്, എന്താവോ എന്തോ. ശ്രീലക്ഷ്മി പറയാം, ആ ശകനത്തിലൊന്നും നോക്കണ്ട ഹരീഷേ. അപ്പോൾ പൊടിയാടി അങ്ങോട്ട് വന്നിട്ട്, ആഹാ നിങ്ങളായിരുന്നോ, നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ പോയി അനുവാദം ചോദിക്കട്ടെ. അനുവാദം ചോദിക്കാതെ അങ്ങോട്ടെങ്ങാനും കടത്തി വിട്ടാലുണ്ടല്ലോ എൻ്റെ ചെപ്പക്കുറ്റി അടിച്ച് പൊട്ടിക്കും. പൊടിയാടി ഓടിച്ചെല്ലുവാണ് അനന്തംപിള്ളയെ അടുത്ത്. സാറേ എന്ന് വിളിക്കുമ്പോൾ അനന്തംപിള്ള, എന്താടോ തന്നെ ആരെങ്കിലും ഇട്ട് ഓടിച്ചോ? അയ്യോ അതൊന്നും അല്ല സാറേ, ഒരു പുതിയ യുവ ജോഡികൾ വന്നിരിക്കുന്നു സാറിനെ കാണാൻ. അത് ഏത് യുവ ബിദിനങ്ങളാടോ സാറേ? ആ വർമ്മയുടെ മരുമകൻ രാജുവില്ലേ, അവന്റെ പെങ്ങളും അവിടെ ഭർത്താവും. രാജുവിന്റെ പെങ്ങളും അളിയനോ? അതിനവർ തങ്ങൾ മുടിഞ്ഞ അടിയാണല്ലോ. എന്തായാലും ഒരു പണിയുണ്ട്, താൻ അവരെ ഇങ്ങോട്ട് കയറ്റിവിട്. അങ്ങനെ അനന്തംപിള്ള പറഞ്ഞതനുസരിച്ച് ഹരീഷും ശ്രീലക്ഷ്മിയും അങ്ങോട്ട് പോവുകയാണ്. ആട്ടും തോലണിഞ്ഞ ചെന്നായി അനന്തംപിള്ള ചിരിച്ചോണ്ട് പറയാ, വാ വാ, ഇങ്ങോട്ടുള്ള വഴിയൊക്കെ അറിയാവോ? ഹരീഷ് പറയാ, ഈ വഴിയൊക്കെ എനിക്ക് അറിയാം, പക്ഷെ സാർ എപ്പോഴും തിരക്കല്ലേ, എന്തിനാ നിങ്ങളിങ്ങനെ അതിഥികളെ പോലെ നിൽക്കുന്നത്? അങ്ങോട്ട് ഇരിക്കേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, അതൊക്കെ ഒന്ന് പറ. സാറേ, ഞങ്ങളൊരു പ്രത്യേക കാര്യം പറയാനാണ് ഇങ്ങോട്ട് വന്നത്. പിന്നെ എന്തിനാ മടിക്കുന്നത്? എന്നെ ഒരു അന്യനായിട്ടൊന്നും കരുതണ്ട, ധൈര്യത്തെ അങ്ങോട്ട് പറഞ്ഞു. സാറേ, എനിക്കൊരു വാശി, ഞങ്ങളെ തോൽപ്പിക്കുന്നവരോട് അങ്ങനെ വെറുതെ അങ്ങ് തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ. ആ വർമ്മയും കൂട്ടരും അങ്ങനെ അങ്ങ് ജയിച്ച് മുന്നേറണ്ട. അതിനനുദിനം അയാൾ തോറ്റോണ്ടിരിക്കുവല്ലേ, അയാൾക്കൊരു ലൈഫുണ്ടോ? അതൊക്കെ അവിടെ കിടക്കട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്താ, പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ അതും കൊണ്ട് പറ. ശ്രീലക്ഷ്മി പറയാ, എനിക്ക് ഇലക്ഷന് നിൽക്കണമെന്നൊരാഗ്രഹമുണ്ട്, സാർ എനിക്കൊരു സീറ്റ് തരുമോ? അയ്യോ, സീറ്റ് ലിസ്റ്റൊക്കെ ഏറെക്കുറെ ഫില്ലായല്ലോ. എങ്കിലും ഞാൻ ഒന്നുകൂടി ഒന്ന് ആലോചിക്കട്ടെ. ഒരു കള്ളച്ചിരിയോട് അനന്തംപിള്ള പറയാ, ഞാൻ നിങ്ങളെ വിളിച്ചോളാം. അത് വിശ്വസിച്ചുകൊണ്ട് ആ മണ്ടനും മണ്ടിയും സന്തോഷത്തോടെ അങ്ങനെ പോവുകയാണ്. എടോ പൊടിയാടി, താൻ എന്ത് പറയുന്നടോ? സാറേ, മുള്ളാണിയെങ്കിൽ മുള്ളാണി, മർമ്മത്ത് കുത്താനൊക്കെങ്കിൽ അങ്ങോട്ട് കുത്തിയേക്കണം. രാധമ്മയും പ്രിയയും കള്ളി കൊച്ചമണിയും കൂടി ഇരിക്കുവാണ്. അപ്പോൾ വേണുവേട്ടൻ രാധമ്മയോട് ചോദിക്കുന്നത്, ഇടി എന്തിനാടി നീ ഇങ്ങനെ ടെൻഷനാകുന്നത്? അവൻ പോയി എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അങ്ങോട്ട് ചെയ്യട്ടടി. വരുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. വേണുവേട്ട, അവനിനി വല്ല പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്താലോ? കൂടോത്രം കൊണ്ടുവന്ന് ഇവിടെ കുഴിച്ചിട്ട് അത് കണ്ടുപിടിച്ച നമ്മുടെ മോള് അവളുടെ കരണത്തിട്ടൊന്ന് കൊടുത്ത്. ഇതിനാണോടി ഈ കേസിന് പോകുന്നത്? കൊച്ചമണി പറയാം, അങ്ങനെ വെറുതെ പറയാൻ പറ്റില്ല, അവൻ അതൊക്കെ അങ്ങോട്ട് പെരുപ്പിച്ച് കാണിച്ചാലോ? അവൻ രുക്മിണിയുടെ മോനല്ലേ, അതും അതിനപ്പുറവും ചെയ്യും. കൊച്ചമ്മണിയുടെ അഹങ്കാരം കണ്ടിട്ട് പ്രിയ പറയാം, എങ്ങനെ പെരുപ്പിക്കുമെന്നാ നിങ്ങളൊന്ന് മനസ്സിലാക്കി തന്നെ. കൊച്ചമണി മനസ്സിൽ പറയാം, ഇവിടെ അഹങ്കാരത്തിന് ഇവിടെ മനസ്സിലോട്ട് കുറച്ച് തീയൊന്ന് കോരി ഇട്ട് കൊടുക്കണം. ഇവർക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. അതായത് ആ രുക്മിണി കൂടുവത്രമൊന്നും കൊണ്ടുവന്ന് ഇവിടെ കുഴിച്ചിട്ടിട്ടില്ല. പക്ഷെ രുക്മിണിയുടെ ഒരു 6 പവന്റെ സ്വർണ്ണമാല നീ കട്ടെടുത്ത് കുഴിച്ചിട്ട്. ആ മാല ചോദിക്കാനായിട്ട് രുക്മിണി വന്നപ്പോൾ മാരകായുധം കൊണ്ട് പ്രിയ രുക്മിണിയെ നേരിട്ട് പല്ലും നഖങ്ങളും ഉപയോഗിച്ച് ഉപദ്രവിക്കുകയും ചെയ്തു. അത് പോരാഞ്ഞിട്ട് പുലി ചീറ്റുന്ന പോലെ ചീറ്റുകയും ചെയ്തു. പ്രിയയ്ക്ക് അറിയാമല്ലോ കൊച്ചമ്മണി ആരാണെന്ന്. നിർത്ത്, നിങ്ങളുടെ മനസ്സിലെ വൈരാഗ്യം മുഴുക്ക പറഞ്ഞ് നിങ്ങൾ രസിക്കുവാണോ? അയ്യോ, രുക്മിണി അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കും, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. കണ്ണും തള്ളി നടക്കുന്ന ഹരീഷ് ഉണ്ടല്ലോ, ആ രുക്മിണിയുടെ നേർച്ചക്കോഴിയാ. നിങ്ങൾ അങ്ങനെയൊന്നും പറയാതെ, കാര്യം ഇപ്പൊ ശത്രുക്കളാണെങ്കിൽ അവര് നമ്മുടെ പിള്ളേരല്ലേ. ശ്രീലക്ഷ്മി എൻ്റെ അനിയത്തി. ഓ പിന്നെ ഒരു അനിയത്തി. അവള് നിന്റെ അനിയത്തിയാണെങ്കിലേ അവളെ എടുത്ത് ഒക്കത്ത് വെച്ചിട്ട് ഇങ്കം കുറുക്കി കൊടുത്തിട്ട് താലാട്ട് പാട്. അപ്പോഴങ്ങോട്ട് രാജുവും ഋതികയും വരുന്നുണ്ട്. രാജു ചോദിക്കുന്ന, ഹരീഷിന്റെയും ശ്രീലക്ഷ്മിയുടെയും കാര്യങ്ങളൊക്കെ ഇതുവരെ ചർച്ച ചെയ്ത് തീർന്നില്ലേ? രാധമ്മ ഒരു ഭയത്തോടെ പറയാം, അവൻ എന്തെങ്കിലും പുകിലുണ്ടാക്കുമോന്നാ മോനെ എൻ്റെ പേടി. അവൻ എന്തോ ഒരു തീരുമാനം എടുത്ത പോലെ ഇവിടുന്ന് പോയത്. എന്ത് പുകിലാ രാധമ്മ? രാധമ്മ ഓരോന്ന് ഓർത്തിങ്ങനെ കാട് കയറണ്ട, അങ്ങനെ ഒരു പുകിലും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. ഋതിക പറയുക, കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ കൊച്ചമ്മണി ശ്രമിക്കുന്നുണ്ട് എന്നും പറഞ്ഞേ അവനങ്ങനെ വെറുതെ ഒന്നും പോകാൻ തോന്നില്ല. ഇതുപോലായിരുന്നു എൻ്റെ ഭർത്താവ്, ആ ഓട്ടംതുള്ളലുകാരന് വാരിജാക്ഷം പിള്ള ആശാൻ. വേണുവേട്ടൻ അത് കേട്ടിട്ട് ചോദിക്കും, അല്ല ഭർത്താവിനെ ആശാനെന്നാണോ വിളിക്കുന്നത്? ചിലപ്പോഴൊക്കെ ഞാൻ അയാളെ ആശാനെന്നൊക്കെ വിളിക്കും, എന്നാലും നിങ്ങൾ ആ ചരിത്രം ഒന്ന് കേൾക്ക്. പ്രിയ ദേഷ്യം കൊണ്ട് തുള്ളുക. ഇനി ഇവരുടെ വക വൃത്തികെട്ട കഥയും കൂടെ കേൾക്കണോ? എൻ്റെ ദൈവമേ, ഞങ്ങളുടെ പടലേക്ക് ഈ ഇടിവെട്ടി തള്ളയെ കൊണ്ടുവന്ന് എന്തിനു വെച്ച്? ഒരു ദിവസം എനിക്ക് വലിയ ദേഷ്യം വന്നപ്പോഴാണല്ലോ ആ വാരിജാക്ഷം പിള്ളയ്ക്ക് ഞാൻ രണ്ടിട്ടങ്ങ് കൊടുത്ത്. വേണുവേട്ടൻ തലയ്ക്ക് കൈയും കൊടുത്ത് കണ്ണടച്ചിരിക്കുക. അയ്യോ വേണുവാസാൻ എന്ത് പറ്റി, ചാകാൻ പോവാണോ? അയ്യോ, നിങ്ങളുടെ കഥ കേട്ടപ്പോൾ എനിക്ക് ഉറക്കം വരുക. വേണ്ടമ്മേ, ജയേട്ടൻ വരുന്നുണ്ടല്ലോ. വേണുവേട്ടൻ പറയുക, ദാണ്ട് ഇവൻ അങ്ങോട്ട് പോകുന്നതും കണ്ട് ദാണ്ട് തിരിച്ചിങ്ങോട്ട് വരികയും ചെയ്തു. എന്തോ കാര്യമുണ്ടല്ലോടാ ജയ. അതെ, ഞാൻ മഹാവിഷ്ണുവിനെ പോലെ ഇവിടെയും കാണും അവിടെയും കാണും. രാജുവളിയാ, പണിയൊന്ന് പാളി. എന്താ അളിയാ? അളിയൻ കാര്യം പറ. ഹരീഷൻ കാണുമ്പോൾ കേസ് കൊടുത്തോടാ. ഏയ് തള്ളേ, അതൊന്നുമല്ല. ശ്രീലക്ഷ്മി അനന്തംപിള്ളയുടെ പാർട്ടിയിൽ ചേർന്നു. എന്താ അളിയായി പറയുന്നത്? അവൾ പാർട്ടിയിൽ ചേർന്നെന്നോ? ആ, അവൾ ഇലക്ഷന് മത്സരിക്കുന്നെന്ന്.
അവൾ അനന്തംപിള്ളയുടെ അടുത്ത് വന്ന് സീറ്റും ചോദിച്ചു. എടാ മോനെ, എന്നിട്ട് സീറ്റ് കൊടുത്തോടാ അയാൾ കൊടുക്കുമല്ലോ. നമ്മളിൽ നിന്ന് ഒരാളെ കിട്ടുന്ന അയാൾക്ക് ലോട്ടറി അടിച്ച പോലല്ലേ. രാധമ്മ പെട്ടെന്ന് പറയാം, അയ്യോ എൻ്റെ പ്രിയെ, നീ ആ രുക്മിണിയെ അടിക്കണ്ടായിരുന്നു. ആ ഒരൊറ്റ പ്രശ്നമല്ലേ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. പിന്നെ വീട്ടിൽ കയറി മര്യാദകേട് കാണിച്ചവരെ ഞാൻ വെറുതെ വിടണമെന്നാണോ അമ്മ പറയുന്നത്? ഋതിക പറയാ, പ്രിയേച്ചി ചെയ്ത് 100% കറക്റ്റാ, ഒരു കുഴപ്പവും. കൊച്ചമണി എന്തോ പറയുന്നുണ്ട്. കാളിക്കും കൂളിക്കും ആർക്ക് വേണമെങ്കിലും കയറി മത്സരിക്കാം. എന്താ നിങ്ങളും കയറി മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? വേണുവട്ടൻ അങ്ങനെ ചോദിച്ചപ്പോൾ പെട്ടെന്ന് കൊച്ചമണി പറയാം, എന്താ ഞാൻ മത്സരിച്ചാൽ? ഞാൻ മത്സരിക്കുകയും ചെയ്യും, ജയിക്കുകയും ചെയ്യും. ഒരു മുന്നണി എനിക്ക് സീറ്റ് തന്നില്ലെങ്കിൽ ഞാൻ സ്വതന്ത്രമായിട്ട് നിന്ന് മത്സരിച്ച് ജയിക്കും. വർമ്മ സാർ ആർക്ക് കൊടുത്തില്ലെങ്കിലും എനിക്കൊരു സീറ്റ് തരും. ഇലക്ഷൻ പ്രചരണത്തിന് എൻ്റെ ബോസ് മുഹമ്മദ് അൻസാരിയെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കും. ഈ അമ്മണിയോടാ കളി എന്നും പറഞ്ഞ് ചാടി തുള്ളി താണ്ട കൊച്ചമണി അകത്തോട്ട് കയറി പോകുന്നുണ്ട്. രാജുവിനും ഹൃദയയ്ക്കും ആകെ ടെൻഷന് നിൽക്കുക. ഹരീഷൻ ശ്രീലക്ഷ്മി അനന്തംപിള്ളയെ കണ്ടിട്ട് വരുന്ന വഴിയാ. ഹരീഷ് പറയാ, ഒത്തിരി കാശിറക്കേണ്ടി വരും. എന്റെ ഹരീഷേ, ഇത് ലോട്ടറി അടിക്കുന്ന പോലെയല്ലേ. ജയിച്ച് ഞാൻ MLA ആയ ഇതൊക്കെ തിരിച്ചു പിടിക്കാമല്ലോ. അതൊക്കെ നമുക്ക് കണ്ടറിയാം. അതുകൊണ്ട് അതിന്റെ ആംഗ്ലയും ഭാര്യയും വരുന്നുണ്ട്. ശ്രീലക്ഷ്മി ഇപ്പോഴേ MLA ആയതുപോലാണ്. എന്താ എന്ന് അധികാരത്തിൽ ചോദിക്കുമ്പോൾ രാജു പറയാ, എനിക്ക് നിന്നോട് ഹരീഷിനോടും കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. എനിക്ക് നിങ്ങളോട് മാത്രമാണ് പറയാനുള്ളത്. എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്നും പറ ശ്രീലക്ഷ്മി നടക്കാനൊരുമ്പോ രാജു അവിടെ പിടിച്ചു നിർത്തിയിട്ട് പറയാം, നീ ഇത് കേൾക്കണം, കേട്ടേ പറ്റൂ. ഇത് നമ്മുടെ കുടുംബ പ്രശ്നമാണ്. നമ്മുടെ കുടുംബമോ? അങ്ങനെ ഒരു കുടുംബം ഇല്ലല്ലോ. ഞാൻ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആളേ അല്ല. പണ്ടായിരുന്നു, എന്നാൽ ഇപ്പോഴല്ല. എല്ലാം ഞാൻ മറക്കാൻ ശ്രമിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് എന്നെ ഓർമ്മിപ്പിക്കാൻ വന്നേക്കരുത്. ഋതിക ശ്രീലക്ഷ്മിയോട് പറയാം, ശ്രീ നീ എന്തോ മറക്കാൻ ശ്രമിക്കുന്നത്? നിന്നോട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്താ ഇവൾക്കാണോ എന്നോട് സംസാരിക്കാനുള്ളത്? രാജു പറയാ, നീ എന്തിനാ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ നടക്കുന്നത്? നിങ്ങൾ വഴക്കുണ്ടാക്കുന്നതിനൊരു കാരണവും ഇല്ല, ഒരു ന്യായവും ഇല്ല. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എല്ലാത്തിനും കുറ്റക്കാരൻ ഞങ്ങളായോ? ഇനി എല്ലാം ഞാൻ മാന്തിക്കേറി റീപോസ്റ്റ്മോർട്ടം ചെയ്യണോ? ഹരീഷ, നീ എന്തൊക്കെ പറഞ്ഞാലും എത്ര പിണക്കം ഉണ്ടായാലും നിങ്ങളും നമ്മളും ഒരു കുടുംബമാ. ഇവൾ എന്റെ പെങ്ങളാണ്. വേണ്ടേ, ഞാൻ പെങ്ങളാണെന്നോ അനിയത്തിയാണെന്നോ മോളാണെന്നോ ആ വീട്ടിൽ ആർക്കും ഒരു വിചാരമില്ല. അതാണല്ലോ എല്ലാവരും ഒരു ശത്രുവിനെ പോലെ എന്നോട് പെരുമാറിയത്. ഇതെല്ലാം നിങ്ങളുടെ തെറ്റായ ധാരണകളാണ്. ഹരീഷ് പറയാ, പുതിയ വല്ല കോംപ്രമൈസിന് ആ രണ്ടുപേരുടെ വന്നതെങ്കിലേ വന്ന വഴി അങ്ങ് തിരികെ പോയേരെ. ഞങ്ങൾ ആരുടെയും കോംപ്രമൈസ് ഒന്നും സ്വീകരിക്കുന്നതല്ല. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരികെ പോയിക്കോളാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ വേദനിക്കാനും കരയാനും ഞങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. ശ്രീലക്ഷ്മി പറയാം, കൂടുതൽ വാചകമൊന്നും അടിക്കാതെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറ. നിങ്ങൾ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയേ ശത്രുക്കളുടെ കൈകളിൽ ചെന്ന് വീഴരുത്. നിങ്ങൾ ആ അനന്തംപിള്ളയുടെ വീട്ടിൽ സീറ്റ് ചോദിച്ച് ചെന്നെന്ന് ഞങ്ങൾ അറിഞ്ഞു. ഒരു കളിയാക്കലോടെ ഹരീഷ് പറയാം. അപ്പോൾ അതാണ് പ്രശ്നം. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേ ദാണ്ട് ഇവിടെ തീ പിടിച്ച്. നിങ്ങൾക്ക് തീ പിടിക്കണം, അതിനുവേണ്ടി തന്നെ ഞാൻ പോയത്. ഞാൻ മത്സരിക്കുകയും ചെയ്യും, ഞാൻ ജയിക്കുകയും ചെയ്യും. എടി ശ്രീലക്ഷ്മി, എക്കാലോ അയാളെ നമ്മുടെ ശത്രുവാ. അയാളെ നിങ്ങളുടെയും പ്രതാപവർമ്മയുടെയും ശത്രുവായിരിക്കും, എൻ്റെതല്ല. ഡി ശ്രീ, മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ചിട്ട് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളുടെ കഥയുണ്ടല്ലോ, അത് അച്ഛൻ നമുക്ക് പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അനന്തംപിള്ള ഒരു ചെന്നായാണ്. അയാൾ നമ്മുടെയും വർമ്മസാറിന്റെയും ശത്രുവാണ്. അഹങ്കാരിയായ ഹരീഷ് പറ, അയ്യോ പ്രതാപവർമ്മയെ സൂര്യമംഗലം കൊട്ടാരമൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇനിയില്ല. ഇനി ഇലക്ഷനിൽ നിന്ന് ഇവൾ പിന്മാറാനാ പറയാൻ വന്നതെങ്കിൽ അത് നടക്കത്തില്ല. കാരണം ഇവളുടെ ഈ തീരുമാനം ഉണ്ടല്ലോ, അത് എൻ്റെതും കൂടെ. നിങ്ങളെ തോൽപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും ഈ ശ്രീലക്ഷ്മി പാഴാക്കത്തില്ല. നീ ഞങ്ങളെ വെല്ലുവിളിച്ചോട് പോയി മത്സരിക്ക്. ആ അനന്തംപിള്ള ഒരുക്കുന്ന വാരിക്കുഴിയിൽ വീണ് പെടയുമ്പോൾ നീ ഞങ്ങളെ ഓർക്കും. പക്ഷെ അന്ന് നിന്റെ കൈകാലട്ടടി കാണാൻ ഞങ്ങളാരും വരില്ല. പക്ഷെ ഞാൻ നിന്റെ നിലവിളി കേട്ടാൽ ഓടി വരും. കാരണം എൻ്റെ കൂടപ്പിറപ്പുകളെല്ലാം എൻ്റെ ഹൃദയത്തിലുള്ളവരാ. അത്രയും പറഞ്ഞിട്ട് രാജു ഋതികയെ വിളിച്ചോണ്ടങ്ങ് പോവുകയാണ്. പ്രതാപവർമ്മയുടെ വീട്ടിൽ പാർട്ടിക്കാരെല്ലാം എത്തിയിട്ടുണ്ട്. പ്രതാപൻ പറയാ, അനന്തംപിള്ളയുടെ മുന്നണിക്കെതിരെ നമുക്ക് ആഞ്ഞടിക്കാനുള്ള ഒത്തിരി മാറ്ററുകൾ ഇങ്ങനെ കിടക്കുമല്ലയോ? സദാശിവൻ സാറ് പറയാം, ശരിയാണ്. നമ്പർ 1, കോടികൾ കൊടുത്ത് MLA-മാരെ ചാക്കിട്ട് പിടിച്ചതാണ് ഒന്നാമത്തത്. അതായിരിക്കണം നമുക്ക് അവർക്ക് നേരെ എതിർക്കുന്ന പ്രധാന ആയുധം. ഈ ഇലക്ഷൻ വിഷയം തന്നെ അതായിരിക്കണം. അംബിക മുകളിൽ നിന്നത് കേൾക്കുന്നുണ്ട്. ഓ, ഇലക്ഷൻ ചർച്ചയാ, നേരാങ്ങളെയാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും. ഇടിച്ചങ്ങോട്ട് കയറണം, എന്നാലേ ഞാൻ വിചാരിച്ച കാര്യം നടക്കൂ. അംബിക ഓടി അങ്ങോട്ട് വന്നിട്ട് അഭിനയത്തോടെ ഇരുന്നിട്ട് പറയാ, അയ്യോ ഞാനൊരല്പം താമസിച്ചു പോയി, സോറി. ആരും മൈൻഡ് ചെയ്യുന്നില്ല. പ്രതാപം പോലും അംബികയെ മൈൻഡ് ചെയ്യുന്നില്ല. പ്രതാപം പറയാ, ഇലക്ഷൻ്റെതായ തന്ത്രങ്ങളുണ്ട്, അത് നമ്മളും ആവിഷ്കരിച്ചേ പറ്റൂ. അംബിക വീണ്ടും നാണം കെട്ട് വലിഞ്ഞു കയറുന്നുണ്ട്. PR വർക്ക് ശരിക്കും കയറണം, ഓൺലൈൻ വർക്കിടെ കത്തി കയറണം. എന്ത് PR വർക്കായാലും മറ്റുള്ളവരെ അപമാനിച്ചുള്ള ഒരു വർക്കും നടക്കില്ല. അവിടെ ഈ അംബിക തോറ്റ്. സദാശിവൻ സാർ പറയാം, നമ്മുടെ പ്രസ്ഥാനത്തിന് അതിൻ്റെതായ ഒരു കൾച്ചറുണ്ട്, ഒരന്തസ്സും ഉണ്ട്, ചില പ്രിൻസിപ്പിൾസും ഉണ്ട്. അത് വിട്ടുള്ള ഒരു കളിയും നമുക്ക് വേണ്ട.
പ്രതാപൻ പറയാ 10 വോട്ട് കിട്ടാൻ വേണ്ടി എന്ത് നാണം കെട്ട പണിയും അവർ കാണിക്കും. അതൊക്കെ അവർ കാണിച്ചോട്ടെ, നമുക്ക് അത്തരം പരിപാടിയേ വേണ്ട. അല്ല വർമ്മ സാറേ, രാജു ഹൃതിക എന്തി? അവർ രാജുവിന്റെ വീട് വരെ പോയിരിക്കുക. അവരിപ്പോൾ വരും. ഇത്തരം പരിപാടികൾക്കെല്ലാം അവരുടെ സാന്നിധ്യം കൂടെ വേണം. മോളൊരു ജീനിയസാണ്, നല്ല രാഷ്ട്രീയ ഭാവിയുള്ള ഒരു കുട്ടിയാണ്. സദാശിവൻ സാറ് പ്രതാപനോട് പറയുക, ഋതികയെ എന്തുവായാലും പാർട്ടി നേതൃത്വത്തിലോട്ട് കൊണ്ടുവരണം. നമ്മുടെ പാർട്ടിയുടെ ഭാവി പ്രതീക്ഷയാണ് ഋതുമോള്. അംബികയെ ഇങ്ങനെ വിറച്ച് ദേഷ്യത്തോടെ നോക്കിയിരിക്കുവാണ്. ഈ പ്രസ്ഥാനം ഋതുമോളുടെ കയ്യിൽ ഭദ്രമായിരിക്കും. അതിന് അവള് രാഷ്ട്രീയത്തിൽ വരണോ വേണ്ടയോ എന്നൊക്കെ അവളങ്ങ് തീരുമാനിക്കട്ടെ. സാറേ, അത് നമ്മളെല്ലാവരും കൂടെ നിർബന്ധിച്ച് ആ കുട്ടിയെ ഈ പ്രസ്ഥാനത്തിലോട്ട് കൊണ്ടുവരണം. എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ എന്ന് കരുതി അംബിക പറയുക, PR വർക്കുകൾ നടത്താൻ വേണ്ടി ശക്തമായ ഒരു കമ്മിറ്റി വെക്കണം. അതിന്റെ സംസ്ഥാന നേതാവായി നമുക്ക് ദീപക്കിനെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാം. എല്ലാവരും ഒരുമാതിരി പുച്ഛത്തോടെ നോക്കുന്ന കണ്ടുണ്ട് പെട്ടെന്ന് പ്രതാപൻ, ചേച്ചി ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. ശരിക്കും നാണിപ്പിക്കാനാണെന്ന് തോന്നുന്നു കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന MLA പറഞ്ഞു, ഈ അംബിക വെറുതെ ഇടിച്ചിടിച്ച് കയറി വരുവാണല്ലോ. ഇവർക്ക് പാർട്ടി പദവികൾ എന്തെങ്കിലും കൊടുത്താൽ ആ പാർട്ടി തന്നെ പൊളിയും. ആ അനന്തംപിള്ളയേക്കാളും ഫ്രോഡുകളാ ഈ അമ്മയും മോനും. പക്ഷെ എന്ത് ചെയ്യാനാ, ഈ വർമ്മസാറിന് ഇതൊരു വലിയ ദൗർബല്യമാണ്. അത് നമുക്ക് വർമ്മസാറിന്റെ അടുക്ക പതുക്കെ മയത്തിൽ സംസാരിച്ചും ശരിയാക്കാം. ശേഖരൻ ആർക്കോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോഴങ്ങോട്ട് പ്രതാപനും അംബികയും കൂടെ വരുക. പെട്ടെന്ന് പ്രതാപൻ അംബികയോട് പറയാം, ചേച്ചി, ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ചേച്ചിക്ക് വിഷമം തോന്നരുത്. പറയാതിരിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് മാത്രം പറഞ്ഞു പോകുന്നതാ. ചേച്ചി എനിക്ക് വളരെ പ്രിയപ്പെട്ടതാ, പക്ഷെ പാർട്ടിക്കാർക്ക് അങ്ങനെയല്ല. ചേച്ചിയുടെ ശുദ്ധ മനസ്സാണ്. അതുകൊണ്ട് പാർട്ടിയുടെ വ്യവസ്ഥകളൊന്നും അറിയാതെ ആവശ്യമില്ലാതെ ചേച്ചി കയറി അഭിപ്രായങ്ങളൊക്കെ പറയും. എൻ്റെ പൊന്നോ, ശുദ്ധ മനസ്സുള്ള അംബിക ചേച്ചി, അത് വലിയ അരോചകമായി മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ദീപക്കും അങ്ങോട്ട് വന്ന് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് അംബിക, പ്രതാപ നിക്കി ചേച്ചി, എനിക്ക് ഇനിയും പറയാനുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കേസിൽ കുറ്റം ഞാൻ ഏറ്റെടുത്തെങ്കിലും കുറ്റം നടത്തിയത് ചേച്ചിയാണെന്ന് പാർട്ടിക്കാർക്കും അതിലേറെ ജനങ്ങൾക്കും അറിയാം. അതുകൊണ്ട് ഇപ്പൊ ചേച്ചിയെ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിച്ചാൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകും. അഴിമതിക്കാരി എന്നുള്ളൊരു ഇമേജാണ് ഇപ്പൊ ചേച്ചിക്കുള്ളത്. ശേഖരന് ചിരി വന്നിട്ട് വയ്യ. വളരെ കഷ്ടപ്പെട്ട് ശേഖരൻ ആ ചിരി അടക്കുവാണ്. ചമ്മി വിളറി നിൽക്കുന്ന അംബികയെ നോക്കി പ്രതാപൻ പറയാം, അതുകൊണ്ട് ചേച്ചിയുടെ ഇമേജൊക്കെ ഒന്ന് മാറി വരട്ടെ. അതുകൊണ്ട് ചേച്ചി ഇനി ഈ പാർട്ടി പരിപാടിയിൽ നിന്നും കുറച്ച് അകലം പാലിച്ച് നിൽക്കണം. പല പ്രതിസന്ധികളിൽ കൂടെ ഈ പ്രസ്ഥാനം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് കരകയറട്ടെ. അതുവരെ ചേച്ചി പ്ലീസ് ഒന്ന് മാറി നിൽക്കണം. ഇതൊരു മകൻ പറയുന്ന വാക്കായിട്ട് ചേച്ചി കരുതണം. ചാണകവെള്ളം കലക്കി അംബികയുടെ മുഖത്തൊഴിച്ചതുപോലെ അംബിക ഇങ്ങനെ നിൽക്കുക. പ്രതാപൻ അത്രയും പറഞ്ഞിട്ടങ്ങ് പോയി. പ്രതാപൻ പോയ തക്കം നോക്കി ശേഖരൻ ചിരിക്കുക. അംബികയ്ക്ക് ദേഷ്യം കൊണ്ടുപോയി. എന്താടാ ചിരിക്കുന്നത്? ഒന്നുമില്ല. പിന്നെ എന്താടാ ഒരു അളിഞ്ഞ ചിരി? അയ്യോ ചേച്ചി, ഞാൻ ചിരിച്ചതേ ചേച്ചിയുടെ ഈ വളിച്ച വിളറിയ മുഖം കണ്ടോണ്ട. എന്താടാ കളിയാക്കുവാണോ നീ? ഞാൻ കളിയാക്കിയതൊന്നും അല്ലല്ലോ. വിളിക്കാത്തടത്ത് ഉണ്ണാൻ ചെല്ലുമ്പോൾ ഓർക്കണം, നാണം കെടുവെന്ന്. ഇന്നെ ഞാൻ എന്നും പറഞ്ഞ അംബിക കയ്യോങ്ങുമ്പോ പെട്ടെന്ന് ദീപക്ക്, വേണ്ടാമ്മേ, അമ്മ ഇങ്ങോട്ട് വാ, ഇപ്പൊ തൽക്കാലം കിട്ടിയ നാണക്കേടും കൊണ്ട് അമ്മ ഇങ്ങ് പോരെ. MLA-മാരെല്ലാവിടെ പറയുക, എതിരാളികളുടെ നേതാവ് അനന്തംപിള്ളയെ. അതുകൊണ്ട് എന്ത് വൃത്തികെട്ട പരിപാടികളും പ്രതീക്ഷിക്കാം. വ്യക്തിപരമായി അവമാനിക്കാൻ വരെ ശ്രമിക്കും. പക്ഷെ നമ്മൾ അതിലൊന്നും പതറിപ്പോകരുത്. അവരെന്ത് കാണിച്ചാലും ബാലിശമായ രീതിയിൽ നമ്മൾ അതേ രീതിയിൽ മറുപടി കൊടുക്കരുത്. നമുക്ക് നമ്മുടേതായ ശൈലി ശീലിച്ചാൽ മതി. എന്തായാലും പാർട്ടി അണികളുടെ വോട്ട് നമുക്ക് തന്നെ കിട്ടും. നിഷ്പക്ഷരായ ഒരു കൂട്ടം ജനങ്ങൾ ഇവിടെ ഉണ്ട്. അവരാണ് അതാത് കാലത്തെ ഗവൺമെന്റിനെ തീരുമാനിക്കുന്നത്. അപ്പോൾ രാജു ഹൃതിക അങ്ങോട്ട് വരുന്നുണ്ട്. വാമക്കളെ, ഞങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഒരു ദിവസം ഇവിടെയാണെങ്കിൽ ഒരു ദിവസം അവിടെ. അങ്ങനെ ആയിരിക്കുമല്ലോ അഡ്ജസ്റ്റ്മെന്റ്. വാ ഇരിക്കും മക്കളെ. അയ്യോ ഞാനിരിക്കുന്നില്ല, രാജു ഇരിക്കും. രാജു ഇരിക്ക്. രാജു പെട്ടെന്ന് പറ, അയ്യോ ഞാനും ഇരിക്കുന്നില്ല. ഇത് ലീഡേഴ്സിന്റെ ഡിസ്കഷൻ അല്ലേ. ഞാൻ അണിയറയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന അണികളിലെ ഒരാൾ മാത്രമാണ്. അംബിക മകനെ വിളിച്ചോണ്ട് വന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുക. എന്തായാലും നമ്മുടെ വിക്കറ്റ് തെറിച്ച് അല്ലേടാ. അതിന് നമ്മളെ ഗ്രൗണ്ടിലേക്ക് കയറ്റില്ലല്ലോ, പിന്നെ എങ്ങനെ വിക്കറ്റ് തെറിക്കാൻ? സദാശിവൻ സാറ് രാജുവിനോട് ഹൃതിയോടും പറയാം, അങ്ങനെ അണിയറയിൽ നിന്നാൽ പോരാ, നിങ്ങൾ രണ്ടുപേരും അകത്തോട്ട് വരണം. ആദ്യം നിങ്ങൾ ഇരിക്ക്. അയ്യോ വേണ്ടങ്ങളെ. അല്ല മോളെ, മോളെ ഇരിക്ക്. രാജു നിർബന്ധിക്കുന്നത്. ഋതു പോയി ഇരിക്കും അങ്ങോട്ട്. എൻ്റെ മോളെ, ഈ പ്രസ്ഥാനം ഇപ്പോൾ ജീവൻ വെച്ചത് മോളെ ഒരാളുടെ കഴിവുകൊണ്ട് മാത്രമാണ്. അപ്പോഴങ്ങോട്ട് പ്രതാപൻ വരുന്നുണ്ട്. പ്രതാപനെ കണ്ടോണ്ട് പെട്ടെന്ന് ഹൃതിക എഴുന്നേറ്റ് നിൽക്കുക. പ്രതാപൻ മോളോട് പറഞ്ഞു, ഇരിക്കും മോളെ, ബഹുമാനമൊക്കെ മതി. എപ്പോഴും ഇങ്ങനെ അച്ഛൻ്റെ മുന്നിൽ നിൽക്കണമെന്നില്ല. രാജുവിനെ നോക്കി പ്രതാപൻ പറയും, എടാ ഇനി നിന്നോടുള്ള ബഹുമാനം കൊണ്ടായിരിക്കും അവൾ ഇരിക്കാത്തത്. നീ പറയടാ അവളോട് ഇരിക്കാനെന്ന്. അയ്യോ സാറേ, എന്നോടുള്ള ബഹുമാനം കൊണ്ടൊന്നും അല്ല. അംബിക മോനോട് പറയാം, ഇതെന്താടാ ഹാസ്യകലാ പരിപാടിയോ അതോ ഇതാണോ പാർട്ടി ഡിസ്കഷൻ? അതെന്ത് തേങ്ങയെങ്കിലും ആയിക്കോട്ടമേ, നമ്മൾ എന്തിനെങ്ങനെ അവന്മാരുടെ വായി നോക്കി നിൽക്കുന്നത്? എടാ അവിടെ നിൽക്ക്, കാര്യം എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. വർമ്മ സാറേ, രാജുവിനെ അണിയറ ശില്പികളിൽ ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ ഋതുമോൾ എന്താ ഡിസ്റ്റൻസ് ഇങ്ങനെ കീപ്പ് ചെയ്ത് നിൽക്കുന്നത്? ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് ഋതുമോളുടെ അഡ്വൈസ് വളരെ ആവശ്യമാണ്. അത് പറയുന്നതിൽ ഞങ്ങൾക്കാർക്കും ഒരു ഈഗോയും ഇല്ല. പെരുന്തച്ചൻ കോംപ്ലക്സ് ഒന്നും ഉള്ളവരൊന്നും അല്ല ഞങ്ങൾ.
പ്രതാപനും അതിനെ ഏറ്റു പറയുവാണ്. വായി നോക്കി നിന്ന് ദീപക്കിനും അടുത്ത് ടിക്കറ്റില്ലാത്ത കാണികളെ പോലെ നമ്മൾ എന്തിനാമേ ഇങ്ങനെ വാൽക്കണി വായി നോക്കി നിൽക്കുന്നത്? എടാ മോനെ, അവിടെ നിൽക്കടാ, നമുക്ക് VIP പാസ് ഉണ്ടെന്നങ്ങ് കരുതിയാൽ മതി. പള്ളിപ്പുറം തേവക്ക മണ്ഡലത്തിൽ നമ്മുടെ ആര് നിന്നാലും ജയിക്കും. അവിടെ നമുക്ക് ഋതുമോളെ നിർത്തി മത്സരിപ്പിച്ചാലോ? അയ്യോ ഞാനില്ല. അതെന്താ മോളെ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഞാനില്ല അങ്കിളെ. മോളെ അങ്ങനെ പറയരുത്. വർമ്മ സാറെന്താ ഒന്നും പറയാത്തത്? തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇവളല്ലേ സദാശിവൻ സാറേ? എനിക്ക് ഇവൾ മത്സരിക്കുന്നതിൽ അഭിമാനവും സന്തോഷമേ ഉള്ളൂ. പക്ഷെ തീരുമാനം അവളുടേതല്ലേ? ഋതിക പറയുക. തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന കമ്മിറ്റിയിൽ ഞാനും ഉണ്ടാവും, ഒന്നാം നിരയിൽ തന്നെ. ഈ മുന്നണി നമ്മൾ വിജയിപ്പിക്കും. ഈ മുന്നണി അധികാരത്തിൽ കയറുകയും ചെയ്യും. പക്ഷെ മത്സരിക്കാൻ ഞാനില്ല. എന്നെ ആരും നിർബന്ധിക്കരുത് പ്ലീസ്. അംബിക ദീപക്കിനോട് പറയാം, ഇവരിട്ട് ബോംബ് വെക്കാൻ ശ്രമിച്ച നേരത്തിന് അനന്തം പിള്ളയ്ക്ക് ഇട്ട് വെച്ചാൽ മതിയായിരുന്നു. ആ ബോംബിൽ അനന്തം ചെതറി തെറിക്കുമായിരുന്നു. അവനെ കൊന്ന കുറ്റത്തിന് ഇതായി ഇരിക്കുന്ന എൻ്റെ ആങ്ങളയുണ്ടല്ലോ, ജീവപര്യന്ത ശിക്ഷയ്ക്കായി ജയിലിലും കടന്നാനെ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഇവനെ ജയിലിൽ പോയി കാണുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. ശരിയാമ്മേ, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് നീ ഗതി വരില്ലായിരുന്നു. എന്ത് ചെയ്യാനാ, പോയ ബുദ്ധി ഇനി ആന പിടിച്ചാലും കിട്ടില്ലല്ലോ. നീ വാടാ മോനെ. ഒടിയാടി അനന്തംപിള്ളയോട് എന്തോ പറയാൻ വന്ന് നിൽക്കുക. പക്ഷെ പേടിച്ചിട്ട് എടോ, പറയാനുള്ള എന്താന്ന് വെച്ചാൽ പറയടോ. സാറേ ഞാൻ പറയാം, പക്ഷെ സാറ് പൊട്ടിത്തെറിക്കരുത്. പൊട്ടിത്തെറിക്കാൻ ഞാൻ എന്താടോ, പന്നിപ്പടക്കമാണോ? സമയം കളയാതൊന്ന് പറഞ്ഞു തൊലയ്ക്കടോ. ഞാൻ അറിഞ്ഞിടത്തോളം വെച്ച് സംഗതി ഇതൊരല്പം സീരിയസാ. അനന്തംപിള്ളയുടെ മുഖത്താകെ ഒരു വെപ്രാളം. എന്തായിരിക്കും ഇവൻ പറയാൻ പോകുന്നത്? അപ്പോൾ ഫ്രണ്ട്സ്, പൊടിയാടി എന്തായിരിക്കും പറയാൻ പോകുന്നത്? വരുന്ന തിരഞ്ഞെടുപ്പിൽ പ്രതാപവർമ്മ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നുള്ളതാണോ? എങ്കിലത് പൊടിയാടി പറയാതിരിക്കുന്നേ നല്ലത്. കാരണം പൊടിയാടിയുടെ പല്ലെല്ലാം അവിടെ തെറിച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. അനന്തംപിള്ള എന്തായിരിക്കും ഇനി പ്രതാപനും ഋതികയ്ക്കും രാജുവിനും ആ പാർട്ടി നേതാക്കന്മാർക്കും എതിരെ ചെയ്യാൻ പോകുന്നത്? അതൊക്കെ ഇനി നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.